വിദേശികൾ ഉൾപ്പെട്ട അന്തർദേശീയ ലഹരിക്കടത്ത് ശൃംഖല തകർത്ത NCB. നടപടി ദില്ലി, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 14.787 കിലോ ആംഫെറ്റമിൻ, 67.84 കിലോഗ്രാം ന്യൂഡോ എഫെഡ്രിൻ, 318 ഗ്രാം കൊക്കെയിൻ, 6 ഗ്രാം ഹെറോയിൻ എന്നിവ പിടികൂടി. കേസിൽ 4 നൈജീരിയൻ പൗരന്മാർ അറസ്റ്റിലായി. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, എങ്ങനെയായിരുന്നു NCBയുടെ ഓപ്പറേഷൻ? വല വിരിച്ചുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദില്ലി, ഗുരുഗ്രാം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു NCB നടപടി. ഗുരുഗ്രാം എന്നത് ലഹരിയുടെ ഒരു താവളമായി കുറച്ചധികം നാളുകളായി മാറിയ ഒരു പ്രദേശമാണ്. ഗുരുഗ്രാമിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലേക്കുള്ള ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതുണ്ടായിരുന്നു. പക്ഷെ ഈ കേസ് എന്നത് ഏറ്റവും പ്രധാനമാണ്. അന്തർദേശീയ ലഹരിക്കടത്ത് ശൃംഖലയുടെ ഭാഗമായ ഒരു സംഘത്തെ തന്നെയാണ് ഈ NCB ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഓപ്പറേഷൻ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ദില്ലി, ഗുരുഗ്രാം എന്നീ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ NCBയുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടായിരുന്നു. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള ആംഫെറ്റമിൻ, സ്യൂഡോ എഫ്രഡിസിൻ, കൊക്കെയിൻ, ഹെറോയിൻ എന്നിവയാണ് പിടികൂടിയിട്ടുള്ളത്. ഈ പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ മൊത്തം മൂല്യം എന്നത് ഏകദേശം 15 കോടിയാണ്. 15 കോടി വിലമതിക്കുന്ന ലഹരിയുടെ ബിസിനസ് ആണ് ഗുരുഗ്രാം, ദില്ലി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഈ നൈജീരിയൻ പൗരന്മാർ നടത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പിടിയിലായ നൈജീരിയൻ പൗരന്മാർ ഒരാൾ നൈജീരിയയിലെ തന്നെ ഒരു പ്രശസ്ത സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ ആണ് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയ ഒരു ശൃംഖല തന്നെയാണ് NCB തകർത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. ഇവർ വർഷങ്ങളായി വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ അനധികൃതമായി തുടരുകയായിരുന്നു എന്നുകൂടി ഇപ്പോൾ NCB കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് ഇവരിവിടെ എത്തി, എന്നൊക്കെയാണ് ഈ ഓപ്പറേഷൻ ഇവർ ആരംഭിച്ചത്, ആർക്കൊക്കെ ഇവർ ലഹരി വിതരണം ചെയ്തിട്ടുണ്ട്, എങ്ങോട്ടേക്കാണ് ഈ 15 കോടി രൂപയുടെ ലഹരി അത് കടത്താൻ ഇവർ തീരുമാനിച്ചത് എന്നടക്കം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം എന്തായാലും NCBയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഹരിയാന പോലീസിന്റെയും ദില്ലി പോലീസിന്റെയും സഹായത്തോടു കൂടിയാണ് NCB അന്വേഷണം പുരോഗമിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.